ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എൻ്റെ ജീവിതത്തിലെ സന്തോഷങ്ങൾ മാത്രമാണ് ഞാൻ ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യാറുള്ളത്. അതുപോലുള്ളൊരു സന്തോഷം നിറഞ്ഞൊരു യാത്രയാണ് ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അതെവിടേക്കാണെന്ന് അറിയണ്ടേ ആ യാത്ര പോകുന്നത്? ഇപ്പം പറഞ്ഞു. അതെ, നമ്മൾ പോകുന്നത് വർക്കലയിലേക്കാണ്. വർക്കല നമ്മൾ പെട്ടെന്ന് പ്ലാൻ ചെയ്തൊരു ട്രിപ്പാണ് കേട്ടോ. നമ്മൾ ലേഡീസ് മാത്രമായിട്ടൊരു 5 പേരുണ്ട്. ഞങ്ങൾ 5 പേരായിട്ട് പെട്ടെന്ന് സഡനായിട്ട് പ്ലാൻ ചെയ്തൊരു ട്രിപ്പാണ്. വലിയ പ്ലാനിങ്ങുകളൊന്നുമില്ല. വലിയ പ്ലാനിങ്ങുകളൊന്നും നടത്തിയിട്ട് കാര്യമില്ല, നടക്കാറില്ല. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് പ്ലാൻ ചെയ്തു, പെട്ടെന്ന് പോകാൻ തീരുമാനിച്ചു, പെട്ടെന്ന് ബാഗും പാക്ക് ചെയ്ത് ഇറങ്ങുക എന്നുള്ളതായിരുന്നു. അങ്ങനെ ഇറങ്ങിയതാണ് ഈ ട്രിപ്പ്. വർക്കലയിലേക്കാണ് പോകുന്നത്. അവിടെ നമ്മൾ റിസോർട്ട് ബുക്ക് ചെയ്തിട്ട് ലാസ്റ്റ് മിനിറ്റ് ബുക്കിംഗ് ആണ് കേട്ടോ. ലാസ്റ്റ് മിനിറ്റിൽ പെട്ടെന്ന് കിട്ടിയൊരു റിസോർട്ട് ബുക്ക് ചെയ്തു. ഓൾമോസ്റ്റ് അവിടെ എല്ലാം ഫില്ലായിരുന്നു നമ്മൾ ബുക്ക് ചെയ്യുമ്പോൾ. എനിക്ക് തോന്നുന്നു വെക്കേഷൻ ആയതുകൊണ്ടും പിന്നെ വർക്കല എനിക്ക് തോന്നുന്നു എപ്പോഴും അങ്ങനെ ഫുൾ ബുക്കിംഗ് ആയിരിക്കും തോന്നുന്നു എല്ലായിടത്തും. ഫോറിനേഴ്സൊക്കെ ഒരുപാട് പേര് വരുന്ന സ്ഥലമായതുകൊണ്ട് തന്നെ അവിടെ ഓൾമോസ്റ്റ് എപ്പോഴും ഫില്ലാണ്. നമുക്ക് ലാസ്റ്റ് മിനിറ്റിൽ കിട്ടിയിട്ടുണ്ടായിരുന്നത് ഒരു നിഖിൽ ആയുർവേദിക് ഹെറിറ്റേജ് എന്ന് പറഞ്ഞിട്ടൊരു റിസോർട്ടാണ്. അങ്ങനെ നമ്മൾ ലാസ്റ്റ് മിനിറ്റിൽ അവിടെയാണ് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ നമ്മൾ പോയൊരു ട്രിപ്പാണ് കേട്ടോ. നമ്മൾ പോകുന്ന വഴിക്ക് കുറച്ച് സ്ഥലത്തൊക്കെ നിർത്തിയിട്ടൊക്കെയാണ് പോയിട്ടുണ്ടായിരുന്നത്, കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കാനൊക്കെ ആയിട്ട്. അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ പോയി. നമ്മൾ ആക്ച്വലി ഈ ട്രിപ്പ് നമ്മൾ ട്രെയിനിൽ പോകാനായിട്ടാണ് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷേ ട്രെയിനിൽ പോയെങ്കിൽ പോയേനെയായിരുന്നു. നമ്മൾ അവിടെ എത്തിയപ്പോൾ നമുക്കത് മനസ്സിലായി. കാരണം കുറച്ചധികം ട്രാവൽ ചെയ്യാനുണ്ടായിരുന്നു. റെയിൽവേ സ്റ്റേഷനും റിസോർട്ടുമായിട്ടൊക്കെ കുറച്ച് ദൂരമുണ്ട്. അപ്പോൾ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ട്രാവലിംഗ് നല്ല ബുദ്ധിമുട്ടായി പോയേനെയായിരുന്നു. പക്ഷേ നമ്മൾ കാറിൽ പോകാനെടുത്ത ഒരു ഡിസിഷൻ വളരെ നന്നായും തോന്നുന്നു. നമുക്ക് അത്യാവശ്യം പോകുന്ന വഴിക്കൊക്കെ ഒന്ന് ഇറങ്ങി നിൽക്കാനും കാര്യങ്ങൾ നമ്മുടെ ഫോട്ടോസ് എടുക്കാനാണെങ്കിലും ഒന്ന് റിലാക്സ് ചെയ്യാനാണെങ്കിലും ഒക്കെ ഇറങ്ങാനും ഒക്കെ ആയിട്ട് നമുക്ക് കാറിൽ പോയതുകൊണ്ട് പറ്റി. ട്രെയിനായിരുന്നെങ്കിൽ വേറെ ട്രാവലിംഗ് ബുദ്ധിമുട്ടൊന്നും വരില്ല. പക്ഷെ നമ്മളവിടെ എത്തിക്കഴിഞ്ഞിട്ട് റെയിൽവേ സ്റ്റേഷനിൽ നിന്നുള്ള ട്രാവലിംഗ്, പിന്നെ നമുക്കിവിടെ റിസോർട്ടിൽ നിന്ന് എങ്ങോട്ടെങ്കിലും പുറത്ത് പോകണമെങ്കിലൊക്കെ ആയിട്ട് കുറച്ചധികം ബുദ്ധിമുട്ട് അനുഭവിക്കേണ്ടി വന്നേനെ. എന്തായാലും വേണ്ടില്ല, നമ്മളവിടെ റിസോർട്ടിലെത്തിയെന്ന് വെച്ചാൽ ഇവിടുത്തെ ഒരു പ്രശ്നം എന്തായിരുന്നു എന്ന് വെച്ചാൽ നമുക്ക് ഇവരുടെ തന്നെ ഒരു 2-3 റിസോർട്ടുണ്ട്. നിഖിൽ ആയുർവേദിക് ഹെറിറ്റേജ് ഉണ്ട്, അതുപോലെ തന്നെ അഖിൽ എന്ന് പറഞ്ഞിട്ട് സെയിം തന്നെ ഇവരുടെ, എനിക്ക് തോന്നുന്നു കോ ബ്രദേഴ്സ് ആയിരിക്കും തോന്നുന്നു, അങ്ങനെ ഉള്ള റിസോർട്ട് 2-3 ഉണ്ട് അവിടെ. അപ്പോൾ അത് കാരണം നമുക്ക് അവർക്ക് തന്നെ ഒരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു എവിടെയാണ് ബുക്ക് ചെയ്തതെന്നുള്ളതിൻ്റെയൊക്കെ കുറച്ച് കൺഫ്യൂഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ ക്ലിയർ ചെയ്തിട്ടാണ് നമ്മൾ ചെക്കിൻ ആവാനായിട്ട് കയറിയിട്ടുണ്ടായിരുന്നത് കേട്ടോ. ചെക്കിൻ ചെയ്യാൻ വേണ്ടിയിട്ട് പോവാണ്. നമുക്ക് 2 മണിക്കായിരുന്നു ചെക്ക് ഔട്ട്. നെക്സ്റ്റ് ഡേ 11 AM ആണ് ചെക്ക് പറഞ്ഞിരുന്നത്. പക്ഷേ ഈ 1 ഡേയിലൊക്കെ പോകുന്നവർക്ക് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ചെക്ക് ഔട്ട് ടൈം ഭയങ്കര ഒരു ഡിസഡ്വാൻറ്റേജ് ആണെന്ന് ഞാൻ പറയും. കാര്യം നമുക്ക് എന്താ പറയുക, ഒരു ഫുൾ ഫ്ലെഡ്ജിൽ അങ്ങോട്ട് ആ ഒരു ടൈം സ്പെൻഡ് ചെയ്യാനായിട്ടുള്ളൊരു ടൈം അവിടെ കിട്ടത്തില്ല നമുക്ക്. അത് ഭയങ്കര ഒരു ബാഡായിട്ടുള്ളൊരു കാര്യമായിട്ടാണ് എനിക്ക് തോന്നിയത്. അങ്ങനെ ഞങ്ങൾ അവിടെ എത്തി, റൂമൊക്കെ ചെക്ക് ചെയ്തു, എല്ലാ പ്രൊസീജിയറും കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ് ചെയ്തു. നേരെ റൂമിലൊക്കെ പോയി കുറച്ച് നേരം റിലാക്സ് ചെയ്തു. അതിൻ്റെ കുറച്ച് ഞങ്ങൾ പോകുന്ന വഴിക്കൊക്കെ എടുത്ത കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ ഈ കാണുന്നത്. അങ്ങനെ അത്യാവശ്യം എൻജോയ് ചെയ്തൊരു ട്രിപ്പാണെന്ന് തന്നെ പറയാം. നമ്മൾ നല്ല രീതിക്ക് എക്സ്പ്ലോർ ചെയ്തു. വളരെ ചെറിയ ദൂരത്തേക്കാണ് പോയതെങ്കിൽ പോലും നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ മാക്സിമം നമ്മൾ എക്സ്പ്ലോർ ചെയ്ത കാര്യം, നമ്മുടെ ഫാമിലി ആയിട്ട് ജീവിക്കുമ്പോൾ നമ്മൾ അതിൽ നിന്നും കുറച്ച് സമയം നമ്മൾ എടുത്തിട്ട് എല്ലാവരും പേഴ്സണലായിട്ട് കുറച്ച് കാര്യങ്ങൾ ചെയ്യണം എന്ന് വിചാരിച്ച് അങ്ങനെ പോകുന്നൊരു ട്രിപ്പാണല്ലോ. നമ്മൾ പഠിക്കുന്ന സമയത്ത് ഫ്രണ്ട്സിൻ്റെ കൂടെ പോകാറുണ്ട് ട്രിപ്പ്, ഫാമിലിയുടെ കൂടെ പോകാറുണ്ട് ട്രിപ്പ്. അതൊക്കെ പ്രത്യേക ഓരോ വൈബുകളാണ്. ഫാമിലിയുടെ കൂടെ പോകുന്ന വൈബ് വേറെ, ഫ്രണ്ട്സിൻ്റെ കൂടെ പോകുന്ന വൈബ് വേറെ. അത് പഠിക്കുന്ന സമയത്താണെങ്കിൽ അത് വേറെ. ഇപ്പോൾ എല്ലാവരും ഫാമിലി ആയി കഴിഞ്ഞതിന് ശേഷം നമ്മൾ പോകുന്ന ട്രിപ്പാകുമ്പോൾ അതും വേറെയാണ്. കാര്യം എല്ലാവർക്കും ഓരോ തിരക്കുകളും കാര്യങ്ങളും ഉള്ളവരാണ്. അത് മാറ്റി വെച്ചിട്ടാണ് എല്ലാവരും എന്താ പറയുക ട്രിപ്പെന്ന് പറഞ്ഞിറങ്ങണത്. അപ്പോൾ അത് കാരണം അതിൻ്റേതായിട്ടുള്ളൊരു സന്തോഷം വേറെയുണ്ട്. അങ്ങനെ ഞങ്ങൾ ആ റൂമിലൊക്കെ എത്തി. ഡ്രസ്സൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്തിട്ട് നമുക്ക് ഒരുപാട് ടൈം ഇല്ലല്ലോ. അപ്പോൾ അത് കാരണം ഉള്ള ടൈം നമ്മൾ മാക്സിമം എൻജോയ് ചെയ്യാന്നുള്ളതാണ്. അങ്ങനെ ഞങ്ങൾ എന്ത് ചെയ്തെന്ന് വെച്ചാൽ റൂമിൽ എത്തി ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തിട്ട് നമ്മൾ നേരെ ഒന്ന് പൂളിൽ ഇറങ്ങാമെന്ന് വിചാരിച്ചു. അങ്ങനെ കാര്യം ഈവനിങ് ടൈം ആയി. അപ്പോഴത്തേക്കാണ് നമ്മൾ ചെക്കിൻ ചെയ്ത് കുറച്ച് നേരം റെസ്റ്റ് ചെയ്തൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് തന്നെ ഏകദേശം ഒരു 4 മണിയൊക്കെ കഴിഞ്ഞു. അപ്പോൾ നമ്മൾ വിചാരിച്ചു എനിക്ക് പോയിട്ടൊന്ന് പൂളിലൊക്കെ ഇറങ്ങിയിട്ട് വന്നിട്ട് നമുക്ക് നൈറ്റ് പുറത്ത് പോകണം. അപ്പം നമ്മൾ വിചാരിച്ചു ജസ്റ്റ് ഒന്ന് പൂളിലൊക്കെ ഇറങ്ങിയിട്ട് കയറാം. ആ ഒരു ഈവനിങ് ടൈം ആയപ്പോഴത്തേക്ക് വെയിലൊക്കെ ഒന്ന് കുറഞ്ഞിട്ടുണ്ടായിരുന്നു.
അങ്ങനെ ഇറങ്ങാമെന്ന് വിചാരിച്ച് പൂളിൻ്റെ അവിടെ എത്തിയാണ്. പിന്നെ നമ്മൾ സ്ഥിരം നമ്മളെവിടെ പോയാലും നമുക്ക് റീൽ ഒഴിച്ചു കൂട്ടാൻ പറ്റാത്തൊരു ഘടകമാണ് നമ്മുടെ ജീവിതത്തിൽ. അപ്പം നമ്മുടെ കൂട്ടത്തിൽ തന്നെ റീലിൻ്റെ തലയ്ക്ക് ഭ്രാന്ത് പിടിച്ച ഒരാളും കൂടെ ഉള്ള സ്ഥിതിക്ക് നമുക്ക് എന്തായാലും റീൽ എടുക്കുക എന്നുള്ളത് മസ്റ്റായിട്ടുള്ള കാര്യമാണ്. പക്ഷേ അതുകൊണ്ട് തന്നെ നമ്മൾ കുറേ റീലെടുത്തു. റീൽസൊക്കെ ഓൾറെഡി ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്, ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്, യൂട്യൂബിൽ ഷോർട്സിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. കാണാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ കണ്ടു നോക്കുക കേട്ടോ. അപ്പോൾ ഞങ്ങൾ അങ്ങനെ പിന്നെ കുറേ റീൽസൊക്കെ എടുത്തു. ഓരോ കോസ്റ്റ്യൂം മാറുന്ന സമയത്തും റീലെടുക്കണം എന്നൊക്കെ പ്ലാൻ ചെയ്യും. പക്ഷേ നമുക്കുള്ള ടൈം ലിമിറ്റ് വളരെ കുറവായിരുന്നുകൊണ്ട് പറ്റുന്ന പോലെയൊക്കെ നമ്മൾ ഒപ്പിച്ച് എല്ലാ കാര്യങ്ങളൊക്കെ ചെയ്ത് സെറ്റാക്കിയിട്ടുണ്ട്. അങ്ങനെ പൂളിലൊക്കെ കുറച്ച് നേരമൊക്കെ നിന്നു. കുറച്ച് നേരം എന്നല്ല, കുറച്ചധികം നേരം നിന്നു. എല്ലാം കഴിഞ്ഞിട്ടാണ് നേരെ തിരിച്ച് റൂമിലേക്ക് പോകണം കേട്ടോ. ഫുൾ നനഞ്ഞ് കുളിച്ച് പോവാണ്. ഇങ്ങനെ പോകുമ്പോൾ തന്നെ പോകുന്ന വഴി ഫുള്ള് വെള്ളമാണ് കേട്ടോ. കാര്യം ബോഡി ഫുള്ള് നനഞ്ഞിട്ടാണ് കയറി പോകുന്നത്. അങ്ങനെ റൂമിലെത്തി ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ്. കാര്യം ഞങ്ങളെല്ലാവരും ഇത്രയും പേരുള്ളത് കൊണ്ട് 2 റൂമാണ് നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നത്. ഒരു റൂമിൽ 3 പേരും അടുത്ത റൂമിൽ 2 പേരും അങ്ങനെയാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എല്ലാവർക്കും ചേഞ്ച് ചെയ്ത് വരാനായിട്ട് ടൈം എടുക്കുമല്ലോ. അപ്പോൾ അതുകൊണ്ട് എല്ലാത്തിനും ഒരു ടൈം മാനേജ്മെൻറ്റ് നമ്മൾ കീപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ റൂമിലെത്തി. ഒരാൾ ചേഞ്ച് ചെയ്യാൻ കയറുന്ന സമയത്ത് അടുത്ത ആൾ വെയിറ്റ് ചെയ്തു. അങ്ങനെ നിന്നിട്ട് കാര്യങ്ങളെല്ലാം വളരെ സ്മൂത്താക്കി പെട്ടെന്ന് തന്നെ എല്ലാ കാര്യങ്ങളും കഴിഞ്ഞു. അടുത്ത് നമുക്ക് ഈവനിങ് പുറത്ത് പോകണം. പുറത്ത് പോകാമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഫുഡ് കഴിക്കണം, മെയിനായിട്ട് ഫുഡ് കഴിക്കണം. പിന്നെ ചായ കോഫി എന്തെങ്കിലും കഴിക്കണം. അതല്ലാണ്ട് നമുക്കൊരു DJ പരിപാടി ഉണ്ടായിരുന്നു. അവിടുത്തെ ഒരു ഡാൻസ് ഒക്കെ ചെയ്യുന്നൊരു DJ ബാർ ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ ഒരു DJ ഫംഗ്ഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ജസ്റ്റ് പോകുന്ന വഴിക്ക് ഫുഡും കഴിക്കാം, അതും അറ്റൻഡ് ചെയ്യാം. അങ്ങനെ നമ്മളെല്ലാം റെഡിയാവാൻ തീരുമാനിച്ചു. റെഡിയായി പോകാൻ വേണ്ടിയിട്ട് റെഡിയായിട്ട് നിൽക്കുകയാണ് കേട്ടോ. ഇതാണ് എൻ്റെ ഔട്ട്ഫിറ്റ് വരുന്നത്. ഇതൊരു റെഡ് ഗൗൺ എന്ന് പറയാൻ പറ്റില്ല, നമുക്കൊരു 3/4 ഉള്ളൂ. അതായത് മുട്ടിന് താഴോട്ട് ഇറക്കമില്ല, ബാക്ക് സൈഡ് മാത്രം ഇറങ്ങിയിട്ട് വരുന്നൊരു ഗൗൺ ടൈപ്പ് ഡ്രസ്സ്. അതിൻ്റെ കൂടെ ഒരു ഗോൾഡൻ ബെൽറ്റ് പെയർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് എൻ്റെ ഔട്ട്ഫിറ്റ് വരുന്നത്. അങ്ങനെ നമ്മൾ DJ പൊളിക്കാനായിട്ട് നമ്മളങ്ങനെ എത്തിയിരിക്കുന്നത് എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടുത്തെ ഡാർജിലിംഗ് കഫേയിലാണ്. അത്യാവശ്യം സ്പേഷ്യസ് ആയിട്ടുള്ളൊരു വലിയ കഫേയാണ് കേട്ടോ. എന്താ പറയുക, ഭയങ്കര രസമാണ് അവിടുത്തെ ഒരു വൈബ്, സോങ്, പാട്ട്, കാര്യങ്ങൾ. പിന്നെ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളെല്ലാവരും ഡാൻസ് കളിക്കുന്ന ആളുകളായതുകൊണ്ട് നമുക്ക് പാട്ട് കേട്ടാൽ അടങ്ങിയിരിക്കാൻ പറ്റാത്തൊരവസ്ഥയാണ്. അപ്പം കുറേയൊക്കെ എന്താ പറയുക, നേരമൊക്കെ ഞങ്ങളിങ്ങനെ മര്യാദയ്ക്കൊക്കെ ഇരുന്നു. പിന്നെ നമുക്ക് അങ്ങോട്ട് സഹിക്കാൻ പറ്റാണ്ടായപ്പോൾ നമ്മൾ കുറച്ച് ഡാൻസൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ പിന്നെ ഇങ്ങനത്തെ DJ ബാർസിലെല്ലാം ഇങ്ങനെ സോങ്സും കാര്യങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട്. അത് അവിടെ ഡെയിലി നടക്കുന്ന കാര്യങ്ങളാണ്. അപ്പോൾ നമ്മളിത് എക്സ്പീരിയൻസ് ചെയ്യുന്നത് ഫസ്റ്റ് ടൈം ആണെങ്കിലും, ഇപ്പോൾ എൻ്റെ കാര്യമാണ് കേട്ടോ, ഞാൻ ഫസ്റ്റ് ടൈമാണ് എക്സ്പീരിയൻസ് ചെയ്യുന്നത്. പക്ഷേ കൂടെ ഉള്ളവരൊക്കെ പിന്നെ മുന്നെയൊക്കെ പോയിട്ടുള്ളവരുണ്ട് നമ്മുടെ കൂട്ടത്തിൽ. ഞാനും ദിവ്യ ചേച്ചിയൊക്കെയാണ് ആദ്യമായിട്ട് പോകുന്നതെന്ന് എനിക്ക് തോന്നുന്നു. ഇങ്ങനെയൊക്കെ ബാക്കി എല്ലാവരും ഒക്കെ ഓൾറെഡി പോകുന്നവരാണ്, അവർക്കപ്പോൾ ഓൾറെഡി അറിയുന്ന കാര്യങ്ങളാണ് ഇതെല്ലാം. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ച് നേരം അവിടെയൊക്കെ ഇരുന്നു, പാട്ടൊക്കെ കേട്ടു. അതിനുശേഷം അതിനകത്ത് ഓൾറെഡി DJയുടെ മറ്റേ ഹാളുണ്ട്, അവിടെ നമുക്ക് എൻട്രി ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ ഓൾറെഡി പരിചയമുള്ള ആളുകളുള്ളത് കൊണ്ട് നമ്മൾ എൻട്രി എടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതിനകത്ത് കയറി കുറച്ച് നേരമൊക്കെ നിന്നു കേട്ടോ. ഒരുപാട് സമയം നിന്നില്ല, കുറച്ച് സമയമൊക്കെ നിന്നു. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഫുഡൊക്കെ വാങ്ങി തിരിച്ച് റൂമിലോട്ട് പോയി. ഇതൊക്കെ സത്യം പറഞ്ഞാൽ ലൈഫിൽ നമ്മൾ എൻജോയ് ചെയ്യേണ്ട മൊമെൻറ്റ്സ് തന്നെയാണ്. കാര്യം ഇതൊന്നും നമുക്ക് ലൈഫിൽ ഒരിക്കലും മറക്കാൻ പറ്റാത്ത കാര്യങ്ങളാണ്. എപ്പോഴും സംഭവിക്കുന്ന കാര്യങ്ങളല്ല ഇതൊന്നും. അതുകൊണ്ട് തന്നെ ലൈഫ് ലോങ് നമ്മുടെ ഒരു മെമ്മറിയിൽ എന്നും കാണുന്ന കാര്യങ്ങളാണ്. ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പാട്ട് വെച്ച് കഴിഞ്ഞാൽ ഓൾറെഡി നമുക്ക് പാട്ട് നമ്മൾ സ്റ്റുഡിയോയിൽ ഇങ്ങനെ ഹൈ വോളിയത്തിൽ നമ്മൾ റീൽസൊക്കെ എടുക്കുമ്പോഴാണെങ്കിലും ഹൈ വോളിയത്തിൽ പാട്ടിട്ട് നമുക്ക് ശീലമായി. അപ്പോൾ അങ്ങനെ കേട്ട് ഈ പാട്ട് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് ഓട്ടോമാറ്റിക്കലി നമ്മൾ തുള്ളാൻ തുടങ്ങും. അപ്പോൾ പിന്നെ പ്രത്യേകിച്ചും ഇങ്ങനെ ഡാൻസും കൂടെ കളിക്കുന്ന ആളായതുകൊണ്ട് നമുക്കത് പിടിച്ചു നിർത്താൻ പറ്റത്തില്ല. അപ്പോൾ അങ്ങനെ ഹൈ വോളിയത്തിലുള്ള പാട്ടൊക്കെ കേൾക്കുമ്പോൾ ആരായാലും ഡാൻസൊക്കെ കളിച്ച് പോയില്ലേ. അപ്പോൾ അങ്ങനെ എന്തായാലും നല്ല രീതിക്ക് എൻജോയ് ചെയ്തു എന്ന് വേണമെങ്കിൽ പറയാം. എന്താ പറയുക, അവിടെ അങ്ങനെ ഒരു വേർതിരിവൊന്നുമില്ല. അയ്യോ ആരെന്ത് വിചാരിക്കും, ആരെങ്കിലും കണ്ടാൽ എന്ത് തോന്നും, അങ്ങനത്തെ ഒരു ചിന്തയില്ല കേട്ടോ. നമുക്ക് എല്ലാവർക്കും അവിടെ ഫുള്ളായിട്ട് ആർക്ക് വേണോ അവിടെ ഫ്രീഡം ഉണ്ട്, എൻജോയ് ചെയ്യാം, ഒന്നിനും ഒരു ബുദ്ധിമുട്ടില്ല. പിന്നെ നമുക്ക് നമ്മുടെ ലൈഫിൽ എൻജോയ് ചെയ്യേണ്ട മൊമെൻറ്റ്സ് നമ്മൾ എൻജോയ് ചെയ്യുക തന്നെ വേണം. അതിങ്ങനെ പിടിച്ചു വെച്ചുകൊണ്ടിരുന്നിട്ടൊന്നും ഒരു കാര്യമില്ല. നാളെ ഒരു കാലത്തിരുന്ന് നമ്മൾ വിഷമിക്കുകയായിരുന്നു, അയ്യോ അന്ന് എനിക്ക് അങ്ങനെ ചെയ്യാമായിരുന്നു എന്ന് ആലോചിച്ചിട്ടൊന്നും ഒരു കാര്യമില്ല. ഇന്ന് നമുക്ക് എന്താണോ ലൈഫിൽ എൻജോയ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ അത് എൻജോയ് ചെയ്തിട്ട്
ചെയ്തിട്ട് തന്നെ പോവുക. അല്ലാണ്ട് നാളത്തേക്ക് അത് മാറ്റി വയ്ക്കാതെ ഇന്ന് ചെയ്യാനുള്ള കാര്യങ്ങൾ ഇന്ന് തന്നെ ചെയ്യുക. ആർക്കെങ്കിലുമൊക്കെ വേണ്ടിയിട്ട് നമ്മൾ ലൈഫിൽ അങ്ങനെ കുറേ കാര്യങ്ങൾ മാറ്റി വെച്ചിട്ട് നാളെ പരാതി പറയേണ്ട ഒരു അവസ്ഥ ഉണ്ടാക്കാതിരിക്കുക. അതൊക്കെയാണ് എനിക്ക് പറയാനുള്ളത്. നമുക്ക് കിട്ടുന്ന ഓരോ മൊമെൻറ്റ്സും നമുക്ക് മാക്സിമം സന്തോഷമായിട്ടും നല്ല രീതിക്കും എൻജോയ് ചെയ്ത് പോകാനായിട്ട് എല്ലാവരും ശ്രമിക്കുക. അതാണ് എനിക്ക് എല്ലാവരോടും പറയാനുള്ളത്. അപ്പോൾ ഞാൻ അങ്ങനെ ഒരാളാണ് കേട്ടോ. ഞാൻ ലിവ് ഇൻ ദ മൊമെൻ്റ് പറയത്തില്ല, ഞാൻ ആ മൊമെൻറ്റിൽ ജീവിക്കുന്ന ആളാണ്. നാളത്തെക്കുറിച്ച് അങ്ങനെ ഭയങ്കരമായിട്ട് കൺസേൺഡ് ആയിട്ടിരിക്കുന്ന ആളൊന്നും അല്ല. എങ്കിലും എനിക്ക് ഹാപ്പിയായിട്ട് എൻ്റെ ചുറ്റുമുള്ളവർ ഹാപ്പിയായിട്ട് ഞാനും ഹാപ്പിയായിട്ട് ഇരിക്കണം എന്ന് മാത്രമേ ഞാൻ എപ്പോഴും ചിന്തിക്കാറുള്ളൂ. അത് എനിക്ക് അങ്ങനത്തെ കുറച്ച് ഫ്രണ്ട്സിനെ കിട്ടിയപ്പോൾ ഞാൻ അതിൽ വളരെയധികം സന്തോഷം അനുഭവിക്കുന്നുണ്ട്. ഇപ്പോൾ അങ്ങനെ അവരുടെ കൂടെ ഇരിക്കുന്ന ഓരോ മൊമെൻറ്റ്സും എനിക്ക് ഭയങ്കര സന്തോഷമാണ്. അതുപോലെ തന്നെ എൻ്റെ ഫാമിലി, എൻ്റെ ഹസ്ബൻഡ് ആയിക്കോട്ടെ, എൻ്റെ മോളായിക്കോട്ടെ, അവരെൻ്റെ കൂടെ എല്ലാ കാര്യത്തിനും കട്ടയ്ക്ക് സപ്പോർട്ടീവായിട്ട് നിൽക്കുന്ന ആളുകളാണ്. അവരുടെ കൂടെ ഞാനും അതുപോലെ നിൽക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് അങ്ങനെ ഒരു എന്താ പറയുക, ഒന്നും പിന്നത്തേക്ക് മാറ്റി വയ്ക്കുന്ന ഒരു പരിപാടിയില്ല. അപ്പം ചേട്ടനായാലും എൻ്റെ കൂടെ എല്ലാ കാര്യത്തിനും എൻജോയ് ചെയ്ത് നിൽക്കുന്ന ആളാണ്, എല്ലാത്തിനും സപ്പോർട്ട് തരുന്ന ആളാണ്. അപ്പം നമുക്ക് അങ്ങനത്തെ ഒരു പിന്നത്തേക്കിന് നമ്മുടെ ലൈഫിലെ കുറേ കാര്യങ്ങൾ മാറ്റി വയ്ക്കാമെന്ന് ചിന്തിക്കത്തില്ല. നമ്മൾ അപ്പോൾ ഉള്ള കാര്യങ്ങൾ എൻജോയ് ചെയ്ത് സന്തോഷമായിട്ട് പോകുന്ന കൂട്ടത്തിലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നാളെ ഒരു റിഗ്രറ്റ് വരത്തില്ല ഒരു കാര്യത്തിലും. അപ്പോൾ അത്രയാണ് ആ കാര്യത്തിൽ എനിക്ക് പറയാനുള്ളത്. പിന്നെ എന്താ പറയുക, ഇതൊക്കെ കാണുമ്പം കുറേ ആളുകൾക്ക് തീരെ സഹിക്കാൻ പറ്റാത്ത ആളുകളുണ്ടാകും. അവരെയൊക്കെ കരുതിയാനായിട്ട് ഞാൻ ഇത്രയും പറഞ്ഞത്. അപ്പോൾ ഞാനത് മൈൻഡ് ചെയ്യുന്നേയില്ല. അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഞാൻ മൈൻഡ് ചെയ്യാറേയില്ല. എനിക്ക് സന്തോഷം തരുന്ന കാര്യങ്ങൾ ചെയ്യുക, അത്രയേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ ഞങ്ങൾ DJ ഒക്കെ കഴിഞ്ഞു, തിരിച്ച് റൂമിലെത്തി. ഫുഡ് വാങ്ങിയിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നത്. കാര്യം അവിടെ ഇരുന്ന് കഴിച്ചാൽ പിന്നെ ലേറ്റ് ആവും എന്നുള്ളതുകൊണ്ട് ഞങ്ങൾ ഫുഡ് വാങ്ങിയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. ഫുഡ് വാങ്ങിയിട്ട് റൂമിലെത്തി, ഫുഡൊക്കെ കഴിച്ചു. ദോശയും ചിക്കൻ കറി, ചിക്കൻ ഫ്രൈ, അങ്ങനെ എന്തൊക്കെയായിരുന്നു തോന്നുന്നു വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. അതൊക്കെ വാങ്ങിച്ചുകൊണ്ട് വന്ന് റൂമിലിരുന്ന് കഴിച്ചിട്ട് ഞങ്ങൾ കുറേ നേരമൊക്കെ ഇരുന്ന് വർത്തമാനമൊക്കെ പറഞ്ഞു. അവിടെ ഒരു ബാൽക്കണി പോലത്തെ ഒരു സംഭവം ഉണ്ടായിരുന്നു, അവിടെ ഇരുന്ന് കുറേ നേരം വർത്തമാനം പറഞ്ഞു. എല്ലാവരുടെയും കാര്യങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും പറയുക, ഷെയർ ചെയ്യുക, കേൾക്കുക. കുറേ സമയം ഇങ്ങനെ ഒരുമിച്ചിരിക്കുക തന്നെ, അതൊക്കെ വലിയ കാര്യങ്ങളല്ലേ. അപ്പോൾ അങ്ങനെ കുറേ സമയം അങ്ങോട്ടും ഇങ്ങോട്ടും ടൈം സ്പെൻഡ് ചെയ്തു. ഇതിൻ്റെ ഇടയിലൂടെ നമ്മൾ എടുത്ത റീൽസൊക്കെ ചേച്ചി എഡിറ്റ് ചെയ്യുന്നുണ്ട്. അത് പിന്നെ എഡിറ്റിംഗ് പ്രോ ആണ്. അപ്പോൾ അവർ പിന്നെ അതിൻ്റെ മാക്സിമം എത്ര പെർഫെക്ഷൻ ആക്കാമോ അത്രയും പെർഫെക്ഷൻ ആക്കിയാണ് ഓരോ കാര്യങ്ങളും ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെ അതെല്ലാം ചെയ്യുന്നുണ്ട്. അതെല്ലാം കഴിഞ്ഞു. നെക്സ്റ്റ് ഡേ മോർണിംഗ് നമ്മൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കോംപ്ലിമെൻ്ററി ആയിരുന്നു. അപ്പോൾ അത് കഴിക്കാൻ വേണ്ടി വന്നതാണ്. സത്യം പറഞ്ഞാൽ അവിടുത്തെ സർവീസ് ഭയങ്കര മോശമായിരുന്നു കേട്ടോ. ഫുഡായിക്കോട്ടെ മൊത്തത്തിൽ നമ്മളൊട്ടും സാറ്റിസ്ഫൈഡ് ആയിരുന്നില്ല. കാര്യം ഞങ്ങൾ തലേ ദിവസം വന്ന് അവിടെ ചെക്ക് ഇൻ ചെയ്തപ്പോൾ തന്നെ നമ്മൾ ലഞ്ച് അവിടെ നിന്നാണ് കഴിച്ചിട്ടുണ്ടായിരുന്നത്. ആ ഫുഡ് വളരെ മോശം ഫുഡാണ്. ഹൈ എക്സ്പെൻസീവ് എന്ന് വേണമെങ്കിൽ പറയാം. നല്ല എക്സ്പെൻസീവ് ഫുഡാണ്. പക്ഷേ ഒരു കാശിനും കൊള്ളത്തില്ലായിരുന്നു. നമുക്ക് ആർക്കും ഇഷ്ടമായിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ അതുകൊണ്ട് നമ്മൾ രാത്രിയിലെ ഫുഡ് വെളിയിൽ നിന്ന് കഴിക്കാൻ തന്നെ തീരുമാനിച്ചത് അതുകൊണ്ടാണ്. അങ്ങനെയാണ്, ഭയങ്കര മോശം ഫുഡായിരുന്നു. അങ്ങനെ ഫുഡ് നമ്മൾ പിന്നെ സർവീസ് നമ്മൾ പൊതുവേ ഉള്ള അവിടുത്തെ റൂം സർവീസ് ആയിക്കോട്ടെ, മൊത്തത്തിൽ സർവീസൊക്കെ ഭയങ്കര മോശമായിരുന്നു. അതിൽ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ആയിക്കോട്ടെ, അവിടെ ഒരു പയ്യനാണ്, ആ പയ്യൻ ഭയങ്കര എഫേർട്ട് ഇട്ട് എല്ലാ കാര്യങ്ങളും പ്രോപ്പറാക്കാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ അവൻ്റെ കയ്യിലത് നിൽക്കണില്ല എന്ന് എനിക്ക് തോന്നി. അങ്ങനെ എന്തായാലും ബ്രേക്ക്ഫാസ്റ്റും രാവിലെ പോയി കഴിച്ചു. ഒരുവിധം ഒപ്പിച്ചു എന്ന് വേണമെങ്കിൽ പറയാം, അത്രേ പറയാൻ പറ്റുള്ളൂ. അങ്ങനെ നമ്മൾ ചെക്കൗട്ട് ചെയ്തു കേട്ടോ. നമ്മളൊരു 11-12 മണി ആയപ്പോഴത്തേക്കിനാണ് ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. ചെക്കൗട്ട് ചെയ്തിട്ട് ഇറങ്ങി നമ്മൾ നേരെ പോയത്. ഇനിയാണ് നമുക്ക് ഫ്രീ ആയിട്ട് കുറച്ച് ട്രാവൽ ചെയ്യാൻ പറ്റുന്നത്. കാര്യം ഇത് നമുക്ക് അവിടെ മാത്രം കുറച്ച് സമയം ഒന്ന് കറങ്ങാനും അവിടുത്തെ കാര്യങ്ങൾ എക്സ്പ്ലോർ ചെയ്യാനും മാത്രമേ പറ്റിയിട്ടുണ്ടായിരുന്നുള്ളൂ. അത് കഴിഞ്ഞിട്ട് നമ്മൾ പുറത്തേക്ക് ഇറങ്ങി നമ്മൾ ക്ലിഫിൻ്റെ അങ്ങോട്ടേക്ക് പോയതാണ് കേട്ടോ. ക്ലിഫിൻ്റെ അവിടെ നിന്ന് മുകളിൽ നിന്ന് ബീച്ചിലേക്കുള്ളൊരു വ്യൂ ആണ് കേട്ടോ ഈ കാണുന്നത്. എന്ത് രസമാണെന്നറിയാമോ, അയ്യോ ഭയങ്കര വ്യൂ ആണ്. എൻ്റെ മുകളിൽ നിന്നിട്ട് പക്ഷേ താഴെ ഇറങ്ങി പോയിട്ട് അവിടേക്ക് ഇറങ്ങണമെന്ന് നല്ല ദൂരവുമാണ്. ഭയങ്കര വെയിലാണ്. വെയിലെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പൊള്ളിപ്പോവും. ഞാനൊക്കെ എൻ്റെ കൈയൊക്കെ വീട്ടിലെത്തിയപ്പോഴത്തേക്കിന് 2 കളറായിരുന്നു. ഡ്രസ്സ് ഇട്ടിരുന്ന പോർഷൻ ഒരു കളറും ഡ്രസ്സിൻ്റെ കൈയുടെ താഴോട്ടൊക്കെ ഒരു പോർഷൻ വേറൊരു കളറുമായിപ്പോയി. അങ്ങനത്തെ ചൂടായിരുന്നു. ഇത് ക്ലിഫിൻ്റെ അവിടെ മുകളിലാണ്. ഞാൻ മുമ്പ് പലതവണ ക്ലിഫിൻ്റെ അവിടെയൊക്കെ പോയിട്ടുണ്ടെങ്കിലും ഞാൻ ഇറങ്ങി നിന്ന് അങ്ങനെ ഒരു വ്യൂ ഒന്നും എൻജോയ് ചെയ്തിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. ജസ്റ്റ് വണ്ടിയിലിരിക്കുക മാത്രമേ, ഷൂട്ടിനൊക്കെയാണ് പോയിട്ടുള്ളത് മുമ്പ്. സമയത്തൊക്കെ വണ്ടിയിലിരിക്കുക എന്നുള്ളതേ ഉള്ളൂ, അല്ലാണ്ട് അങ്ങനെ പുറത്തിറങ്ങിയിട്ടില്ല. എനിക്ക് ഒരുപാട് തിരക്കുള്ളിടത്തൊക്കെ ഇറങ്ങി നിൽക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായതുകൊണ്ട് ഞാൻ ഇറങ്ങിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ എനിക്കിപ്പോഴാണ് ഞാൻ അതിൻ്റെ ഒരു കറക്റ്റ് വ്യൂ എൻജോയ് ചെയ്തത്. അങ്ങനെ ഞങ്ങൾ ക്ലിഫിൻ്റെ അവിടെയൊക്കെ ഒന്ന് കറങ്ങി കുറച്ച് നേരം അവിടെയൊക്കെ പോയി. നമ്മൾ തലേ ദിവസം രാത്രിയിൽ DJക്ക് പോയതും ക്ലിഫിൻ്റെ അവിടെ തന്നെയാണ് കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് പകൽ വെളിച്ചത്തിൽ ഇങ്ങനെ ഫുൾ വ്യൂവിൽ ബീച്ചൊക്കെ ഒന്ന് കാണുന്നത് ആ സമയത്താണ്. താഴേക്ക് ഇറങ്ങണം എന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു, പക്ഷെ നല്ല ദൂരവും വെയിലും ആയതുകൊണ്ട് നമ്മൾ ഇറങ്ങിയില്ല. മുകളിൽ കുറച്ച് നേരമൊക്കെ നിന്നു. എന്നിട്ട് ജസ്റ്റ് ഒന്ന്
കുറച്ച് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തു. അതിനുശേഷം നമ്മൾ നേരെ കാപ്പിൽ ബീച്ചിലേക്കാണ് വന്നത്. കാപ്പിൽ ബീച്ചെത്തി. അവിടെ ബീച്ചിൽ കുറച്ച് റീൽസും കാര്യങ്ങളൊക്കെ എടുക്കാനുണ്ടായിരുന്നു. പിന്നെ അവിടെ ഈ പൈൻ മരങ്ങളോ അതൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെയൊക്കെ പോകാൻ പ്ലാൻ ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ അവിടെയൊക്കെ ഒന്ന് ജസ്റ്റ് കയറി. എനിക്ക് മുന്നേ ഷൂട്ടിനൊക്കെ പോയി പരിചയമുള്ളൊരു പ്രോപ്പർട്ടി ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ ചെന്ന് ചോദിച്ചപ്പോഴത്തേക്കിന് പുള്ളിക്കാരൻ ഓക്കെ നമുക്ക് അതിലേ കൂടെ അങ്ങോട്ട് പോകാമെന്നൊക്കെ ഉള്ളൊരു പെർമിഷൻ തന്നു. അങ്ങനെ ഞങ്ങൾ അതിലേ കൂടെ അവിടേക്ക് ഇറങ്ങി കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്തു. റീൽസൊക്കെ എടുത്തു, ഫോട്ടോസൊക്കെ എടുത്തു. അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ തിരിച്ച് പോവുകയാണ് കേട്ടോ. ആ സമയത്ത് ഏകദേശം ഞങ്ങൾ ചെക്കൗട്ട് ചെയ്തിട്ട് 12 മണിക്ക് ഇറങ്ങി തിരിച്ച് പോകുന്ന വഴിക്ക് നമ്മൾ ഈ റീൽസൊക്കെ എടുക്കാൻ വേണ്ടി കയറി. അതും കഴിഞ്ഞിട്ട് നമ്മൾ ഒരുപാട് ലേറ്റായി. ലഞ്ചൊക്കെ കഴിക്കാൻ ഒരുപാട് ലേറ്റായി. നമ്മൾ തിരിച്ച് വർക്കല മെയിൻ വന്നിട്ടാണ് നമ്മൾ ഫുഡൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നത്. ഫുഡ് കഴിച്ചിട്ട് നേരെ അപ്പോഴത്തേക്കിനും ഏകദേശം 4 മണിയൊക്കെ കഴിഞ്ഞു കേട്ടോ. 4 മണി 5 മണിയോട് ആവാറായി. നമ്മൾ ഫുഡൊക്കെ കഴിച്ച് എല്ലാം കഴിഞ്ഞ് ഇറങ്ങി തിരിച്ച് റിട്ടേൺ കയറിയപ്പോൾ തന്നെ 5 മണിയോളം ആവാറായി. അങ്ങനെ ഞങ്ങൾ വീടെത്തിയപ്പോഴത്തേക്കിന് 7 മണി 6:30 മണിയോളം ആവാറായി എല്ലാവരും വീടൊക്കെ എത്തിയപ്പോഴത്തേക്കിന്. അപ്പോൾ നല്ല അടിച്ച് പൊളിച്ചൊരു ട്രിപ്പാണ്. ലൈഫിൽ ഒരിക്കലും മറക്കാൻ പറ്റാത്തൊരു ട്രിപ്പാണ്. നമ്മൾ നല്ല ഫ്രണ്ട്സിൻ്റെ കൂടെ ട്രിപ്പ് പോകണമെന്ന് പറയുന്ന ഇതാണ്. നമുക്ക് ഒരിക്കലും ആ മെമ്മറി ഒരിക്കലും പോവില്ല. അത് എന്നും നിൽക്കുന്നൊരു മെമ്മറീസാണ്. ഇത് ഞങ്ങൾ എടുത്ത കുറേ ഫോട്ടോസുകളും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. ഇതൊക്കെ ഞാനിങ്ങനെ ഡോക്യുമെൻ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. എനിക്കിതെല്ലാം ഇങ്ങനെ ഡോക്യുമെൻ്റ് ചെയ്ത് പിന്നീട് കാണാൻ ഭയങ്കര ഇഷ്ടമാണല്ലോ. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ വെച്ചിരിക്കുന്ന ഫോട്ടോസുകളും വീഡിയോസുകളാണ് കേട്ടോ ഇതെല്ലാം. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ. വീഡിയോസ് കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്ത് കൊടുക്കുക. ആർക്കെങ്കിലുമൊക്കെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബും കൂടെ ചെയ്ത് ഹെൽപ്പ് ചെയ്യുക കേട്ടോ. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.